ഇവൻ ആടെ ഞാൻ മാപ്പിളപ്പണി കൂടെ എടുക്കാം. അല്ല വല്ലാതെ അതിനെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോണത്. അതെ, നീ കല്യാണം കഴിക്കണം. ഈ ചർച്ചയ്ക്ക് ശേഷം അവസാനം നിനക്ക് മനസ്സിലാവും ഗേൾഫ്രണ്ട് വേണോ വേണ്ടിയോ. അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം തന്നെ. ഇല്ല, ഉത്തരം കിട്ടാൻ എൻഡ് ഓഫ് ദ എന്താണ് എന്താ സാധനം സ്റ്റോറി അല്ല, ഞാൻ വീഡിയോ അറ്റ് എൻഡ് ഓഫ് ദ പോഡ്കാസ്റ്റ് നീ ഡിസൈഡ് ചെയ്യും നാളെ കല്യാണം കഴിക്കണം എന്ന്. എത്ര വയസ്സുണ്ട് നമുക്ക്? 16 വയസ്സ് കല്യാണം കഴിക്കില്ല, 21 വയസ്സ്. അത് വേണോ വേണ്ടോ നമ്മൾ ചർച്ച ചെയ്യണം. നീ പോലെ നീ കേക്ക്. അപ്പൊ നമുക്ക് ചർച്ച തുടങ്ങാം. പറഞ്ഞോ. അപ്പൊ നമ്മുടെ ടോപ്പിക് മാരീഡ് ലൈഫ് വേഴ്സസ് സോളോ ലൈഫ്. സിംഗിൾ ലൈഫ്. സിംഗിൾ ആണോ ഡബിൾ ആണോ നല്ലത്? കേട്ടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് കല്യാണം കഴിച്ച് ഞാൻ കല്യാണം കഴിച്ച എനിക്ക് കുട്ടിയുണ്ട്, 1 വയസ്സുള്ള. നമ്മൾ അതിന്റെ അപ്പൊ നമ്മുടെ എന്റെ ചേച്ചിയുടെ വെച്ച് അപ്പൊ അതിനെപ്പറ്റിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് നിന്റെ മാരീഡ് ലൈഫ്? വളരെ നല്ലതാണ്. എന്റെ മാരീഡ് ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ ഹാപ്പിയാണോ? ചേട്ടൻ ഹാപ്പി ആണ്. ചേട്ടനോട് ചോദിക്കേണ്ടി വരും. അതെ, ചേട്ടനെ കൊണ്ടുവന്നാലേ അതറിയുള്ളൂ. ഹാപ്പി ആയിരിക്കും. അതെ, ഞാൻ ഹാപ്പി ആയതുകൊണ്ടിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് മാരീഡ് ലൈഫ് ഫ്രീഡം അല്ല, മാരീഡ് ലൈഫിൽ നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. ഇപ്പൊ മാരീഡ് ലൈഫിൽ എനിക്ക് തലവേദന ഇല്ലാത്തതുകൊണ്ടാണ് ഐ ഗെറ്റ് എനഫ് ടൈം ഫോർ മൈ ബിസിനസ് മാത്രമല്ല പഠിക്കാൻ സപ്പോർട്ടാണ്. ഫ്രീഡം തരികയെന്ന് വെച്ചാൽ അത് തരേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും എനിക്ക് തലവേദന ഉണ്ടാക്കുന്നില്ല. ഹി മേക്സ് മീ ഹാപ്പി. ഇപ്പൊ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഒരു ദിവസം ഫുള്ള് ബിസി ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖം കാണുമ്പോഴേക്കും ഞാൻ ഹാപ്പി ആകും. എന്റെ എല്ലാ സ്ട്രെസ്സും ഞാൻ മറന്നിട്ട് ഐ വിൽ ബി ലൈക്ക് ഭയങ്കര എന്റെ ഒരു കംഫർട്ട് സോൺ പോലെയാണ്, ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. അങ്ങനെ ഒരാളെ കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണോ? ജനറേഷന് കിട്ടാനായിട്ട് പാടാണ്, ഭയങ്കര പാടാണ്. എല്ലാവരും കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാര് അതിന്റെ ട്രോമന്ന് പുറത്തു വരാതെയായിരിക്കും പലരും കല്യാണം കഴിക്കുക. അപ്പം കല്യാണം കഴിക്കുന്ന പാർട്ട്ണർക്ക് അതൊരു ബേർഡൻ ആയിട്ട് വരും. നമ്മളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ട്രോമയൊക്കെ നമ്മുടെ മാരേജിലോട്ട് എടുത്തിടുന്ന സമയത്ത് അത് കമ്പയർ ചെയ്യല്. പിന്നെ അത് മാത്രമല്ല, ഓൾറെഡി ട്രോമ ഉണ്ടായ ആൾക്കാർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ പുതിയ പാർട്ട്ണറിനെ ഒരു പാറ്റ പോണം എന്നെ അപ്പൊ പുതിയ പാർട്ട്ണറെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പാസ്റ്റ് ലൈഫിന്റെ ബർഡൻ നമ്മൾ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് മാരേജിലേക്ക് വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതൊരു പുതിയ ലൈഫാണെന്ന് വിചാരിച്ചിട്ട് വേണം മാരേജിലേക്ക് കടക്കാൻ. അപ്പൊ ഞാൻ വേറെ അതായത് ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ലൈഫും ഇപ്പോഴത്തെ തമ്മിലുള്ള രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടിലും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ലെന്നല്ല പറയണ. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റ് കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം എന്റെ ലൈഫ് ഫോർവേഡ് ആയിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ ആവേണ്ട പ്രായമായാലും 5ാം ക്ലാസ്സിൽ തന്നെ ആയിരുന്നു എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. ഇപ്പം ഞാൻ സിംഗിൾ ആയിരുന്ന സമയത്ത് ശരിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇൻഡിപെൻഡന്റ് ലൈഫായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ടാക്കി തന്നത് സിംഗിൾ ലൈഫാണ്. ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്ന് പറഞ്ഞ ഒരാള് ലൈക്ക് ഹോം എന്ന് പറയുന്നത് ഒരു പ്ലേസ് അല്ല, ഒരു വ്യക്തിയാണെന്ന് എനിക്ക് കാണിച്ചു തന്നതാണ് എന്റെ ഹസ്ബൻഡ്. അപ്പം കല്യാണത്തിന് മുമ്പ് അതൊരു വേറെ ലൈഫാണ്, കല്യാണം കഴിഞ്ഞ വേറെ ലൈഫാണ്. ഏത് പ്രിഫർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പ്രിഫർ മാരീഡ് ലൈഫ്. കാരണം നമുക്ക് പോകാനായിട്ട് കല്യാണത്തിന് മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെ എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടോ ഒന്ന് പോയി അടുത്തിരിക്കാനോ ചാരാനായിട്ട് ഒരു തോള് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. ഇതിപ്പം ആള് ഓക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കംഫർട്ട് ആയതുകൊണ്ട് ആണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ റീസൺ പറയാൻ പറ്റും. അതെ, അത് ഞാൻ എന്റെ കാര്യം പറയണത്, എല്ലാവരുടെയും ജനറലൈസ് ചെയ്തല്ല പറയണത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ലക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മള് ചർച്ച ചെയ്യുമ്പോ ജനറലി നോക്കുമ്പോൾ കണ്ടിരിക്കുന്ന ലൈഫ് മാരീഡ് ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതെന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഒന്ന് പറഞ്ഞ പ്രീവിയസ് ലൈഫിനെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫിക്സ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളൊരു ട്രോമാറ്റിക് പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു ട്രോമ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം ആദ്യം ഫിക്സ് ചെയ്യണം. അത് മറ്റൊരാളുടെ ബാരിയർ ആയിട്ട് വരരുത്. അതെ, നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ക്ലിയർ എന്നല്ല, നമുക്കൊരു പ്രോഗ്രസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കല്യാണത്തിലോട്ട് കടക്കാൻ പാടുള്ളൂ. നമ്മൾ ഇമ്പ്രൂവ് ആകും, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും. മെന്റൽ ബർഡൻ കൊണ്ട് നമ്മളെ കല്യാണം കഴിക്കുന്ന ആളെ നമ്മൾ പിടിച്ച് വലിക്കരുത് താഴേക്ക്. അയാളെ പുഷ് അത് മ്യൂച്വലി നമ്മൾ ഗ്രോ ചെയ്യണം. എനിക്കും ഗ്രോത്ത് ഉണ്ടാവണം, അപ്പുറത്തേക്കുന്ന ആൾക്കും ഗ്രോത്ത് ഉണ്ടാവണം. കല്യാണം എന്ന് പറയുന്നത് ഈ പറയണ പോലെ നമുക്ക് മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. നമ്മൾ ഓൾറെഡി എന്താ ഇതിന് പറയണ, ഇൻഡിപെൻഡൻസ് നല്ലല്ലാടാ, പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറയില്ലേ, പേഴ്സണൽ സ്പേസ് വേണം. അതെ, ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് വേറെയാണ്, എന്റെ ഹസ്ബൻഡിന്റെ ഇൻട്രസ്റ്റ് വേറെയാണ്. പക്ഷെ
ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഷെയറും ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കുന്ന ടൈപ്പ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാക്ച്വൽ ബുക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ബുക്സ്, അങ്ങനത്തെ ബുക്സ് ഒക്കെയാണ് എന്റെ ഇത്. അക്ഷയുടെ എന്ന് പറഞ്ഞു വെച്ചാൽ അക്ഷയ് കുറച്ചും കൂടെ ത്രില്ലേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ, അതെ, രണ്ടും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പക്ഷെ ആള് ഏറ്റവും ബെസ്റ്റ് ബുക്സ് എനിക്ക് സജസ്റ്റ് ചെയ്യും. അപ്പൊ എന്റെ ബെസ്റ്റ് ബുക്സ് ഞാനും തിരിച്ച് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മ്യൂച്വലി ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ബുക്ക് നീ വായിക്കണം, അതെ, റെസ്ട്രിക്ഷൻ ഒരു സംഭവം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ലൗഡ് പേഴ്സൺ ആണ്. എനിക്ക് പാർട്ടീസ്, ആളുകളുള്ള സ്ഥലം, എനിക്ക് സോഷ്യൽ ബാറ്ററി ഭയങ്കര ഹൈ ആയിട്ടുള്ള ആളാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ചിലപ്പോൾ 2 days ഫുൾ സ്ട്രെച്ചിൽ എനിക്ക് ഫുൾ ഓൺ ബാറ്ററി ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ ആൾക്ക് കുറച്ചുപേരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ റിസർവ്ഡ് ആണ്. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്ത് എന്റെ കൂടെ വരും. ഇപ്പൊ ആള് പോകുന്ന സ്ഥലത്ത് ഞാനും കൂടെ ചെല്ലും. ആളുടെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സർക്കിളാണ്. വലിയ അത്രയും നോയ്സ് ഒന്നും ഇല്ലാത്ത, എല്ലാവരും ബുക്കൊക്കെ വായിക്കുന്ന, പഠിക്കുന്ന അങ്ങനത്തെ ആള്. അപ്പൊ അതിന്റെ അകത്ത് പോയിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പം ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരിക്കും. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. അതെ, ടോപ്പിക്ക് മാത്രമല്ല അവരുടെ സംസാരം രീതികളൊക്കെ ഭയങ്കര ചെറിയൊരു അത്ര ലൗഡ്, ഭയങ്കര സോഫ്റ്റ് ഇന്റലക്ച്വൽ ആണ്. പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് സ്പോക്കൺ ആണ് എല്ലാവരും, ലൗഡ് അല്ല. അപ്പം പക്ഷെ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യും. കാരണം എനിക്ക് അക്ഷയ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്നൊക്കെ പറയണ പോലെ ആ സാധനം. പക്ഷെ ജനറലി കല്യാണം കഴിക്കുന്ന ആൾക്കാർ കല്യാണത്തിന് മുമ്പ് ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് 10 years ഒക്കെ ഉള്ള പ്ലാൻ എന്താണെന്ന് അറിയണം. ഒരാൾക്ക് എബ്രോഡ് പോകാനാണ് ഇഷ്ടം, ഒരാൾക്ക് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അന്നേരം ക്ലാഷ് വരും. കുട്ടികളെ മുമ്പ് അറേഞ്ച് അല്ലെങ്കിൽ കല്യാണം ഒരു അറേഞ്ച് പ്ലസ് ലവ് മാരേജ് പോലെ ആയിരുന്നോ? ഞാൻ പോയി പ്രപ്പോസ് ചെയ്തു. അങ്ങനെയല്ല, എനിക്ക് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് കല്യാണത്തിനുള്ള ഹോപ്പ് നമുക്ക് നഷ്ടപ്പെടും. ഇനി എന്റെ ജീവിതത്തിൽ ഒരാളില്ല എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഇനിയില്ല, കോലൊടിച്ചിട്ടു, എനിക്ക് കല്യാണമേ വേണ്ട. 28 അതന്നെ ഈ അക്ഷയനെ പരിചയപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ്. അപ്പം എനിക്കിനി കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണ ആലോചനകൾ വന്നു. എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയണ, ഇനി വേണ്ട, നിർത്തി. ഇനി എനിക്ക് പരിപാടി, ഒരാളെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്റെ ജീവിതം തീർന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛന് ഭയങ്കര വിഷമായിരുന്നു. എന്റെ അനിയത്തിയുടെ കല്യാണം നടന്നപ്പം ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അനിയത്തിയുടെ കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ടെൻഷനായിരുന്നു. ഞാൻ കല്യാണം കഴിക്കും, അവർക്കും ഉണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് അവർക്കും ഒരു പ്രശ്നമായിരുന്നു. അപ്പൊക്കെ ഞാൻ കല്യാണം കഴിക്കണില്ല എന്ന് ഒറ്റ കല്ലിൽ നിൽക്കുന്ന സമയം. പക്ഷെ അച്ഛൻ ഇങ്ങനെ വിഷമിക്കണേ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തായാലും ഇനിയിപ്പം ആരെയും വേണ്ടാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. ഇനിയിപ്പോ ആരെ കിട്ടി എന്താന്നുള്ള ആറ്റിറ്റ്യൂഡ് വന്നപ്പോൾ എന്നാൽ ശരി മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. മാട്രിമോണിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കുറെ ആളുകളെ കണ്ടു. പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, ഇപ്പോഴും പാട്രിയാർക്കി തലയ്ക്ക് പിടിച്ചേക്കുന്ന ഒരുപാട് ആളുകളൊക്കെ കണ്ടു. പാരന്റ്സ് വിളിക്കുമ്പോഴാണ് നിന്റെ വീട് എവിടെയാടി എന്നൊക്കെ ചോദിക്കണ പോലത്തെ പാരന്റ്സും. പിന്നെ ഞാൻ മറ്റേ എത്തിയിസ്റ്റാന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എത്തിയിസ്റ്റാണ്, മറ്റേ ഞാൻ ഭക്തിയാന്ന് പറഞ്ഞാൽ അന്ന് ഞാനും ഭക്തിയാണ്, എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അക്ഷയനെ കുറെ നാളായിട്ട് എനിക്കറിയാം. ഒരു ചൈൽഡ്ഹുഡ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ നാളായിട്ട് എനിക്ക് അറിയാം ആളെ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അക്ഷയനെ ആ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ലൊരു എനിക്ക് നമ്മുടെ മ്യൂച്വലി എന്ന് വെച്ചാൽ ആൾക്ക് തന്നെ അറിയാൻ തന്നൂടാ. പക്ഷെ ഞാൻ കുറെ തപ്പി കണ്ടുപിടിച്ച ഫ്രണ്ട്സ് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ പേര് ഇങ്ങനെ എപ്പോഴും കേൾക്കുമായിരുന്നു. അത് സ്കൂളിൽ പഠിച്ച കാരണം. അപ്പൊ ഞാൻ ആളെ ഇങ്ങനെ തപ്പി നടന്നിട്ടുണ്ട് കുറെ നാള്. അതെ, എന്നും അക്ഷയചന്ദ്രൻ കേട്ട് നമുക്ക് ഇങ്ങനെ ആരാന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, 7th 8th പഠിക്കുമ്പോ. അപ്പം എനിക്ക് ആളെ അറിയാം. ഇനി കല്യാണം എന്ന് പറഞ്ഞിട്ട് തോട്ട് വന്നപ്പോ എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന എനിക്ക് ഒരു നാട്ടിലെ നല്ല കുട്ടി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, അതാളാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം എന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കുറെ ഫ്രണ്ട്സ് നമുക്ക് ഒബ്വിയസ്ലി കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ അടുത്തൊരു ഇൻട്രസ്റ്റ് തോന്നിയോ അല്ലെങ്കിൽ ചില സമയത്ത് മിസ്ബിഹേവ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. പ്യോർ ഫ്രണ്ട്ഷിപ്പും ആമ്പിള്ളേരുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ എല്ലാവരും നമ്മൾ പ്യോർ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, ഇവന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും പെൺകുട്ടികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കുന്നത് കുറവാണ്, എസ്പെഷ്യലി ബാംഗ്ലൂരൊക്കെ ആയിരുന്നതുകൊണ്ട്. അപ്പം ആളെന്നെ ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്തേക്കണേ. അപ്പൊ അതിൽ നിന്ന് വന്നൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. പെട്ടെന്ന് ദിവസം ഞാൻ പോയി ചോദിച്ചു. അപ്പൊ ആള് ക്ലീൻ നോ പറഞ്ഞു. റിജക്ഷൻ എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കിട്ടിയ റിജക്ഷൻ ആണ്. മീൻസ് ഞാനായിട്ട് ഇതുവരെ പ്രപ്പോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെയും. പക്ഷെ എന്നെ വേണ്ടാന്ന് പറയുന്ന ഒരാൾ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി ചോദിച്ചു. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എന്റെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആളിങ്ങനെ എനിക്ക് പക്ഷെ പേടി ഉണ്ടായില്ല, പറയാനും പേടി ഉണ്ടായില്ല, കല്യാണം കഴിച്ചുണ്ടാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായില്ല. വേറെ അതിനു മുമ്പ് എനിക്ക് ഒരു മാട്രിമോണിയിൽ കിട്ടിയ ഒരു പുള്ളി ഒരു ഇതൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞ് സെറ്റൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് പുള്ളീനെ കാണുമ്പോൾ പേടിയാവും, അയ്യോ എന്താവും അല്ലെങ്കിൽ ഫാമിലി കല്യാണം കഴിച്ചു പോകുമ്പോൾ എന്ത് പ്രശ്നം അങ്ങനെയൊക്കെ. അക്ഷയുടെ കാര്യത്തിൽ എനിക്ക് 0 ഫിയർ ആയിരുന്നു.
റിയാക്ട് ചെയ്യണമെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അതല്ല അത് എവിടെന്നാ ധൈര്യം വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേടി ഉണ്ടായില്ല. അക്ഷയ് കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പേടി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒന്നും പ്രതീക്ഷിച്ചില്ല. എന്റെ ക്വസ്റ്റ്യൻ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആൻസറിനെ പറ്റി ഞാൻ ബോധോടായിരുന്നില്ല. പോയ ഒരു വാക്ക് കിട്ടിയ പക്ഷെ അത് ഇങ്ങനെ ഇത്ര നന്നായിട്ട് വർക്ക്ഔട്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കല്യാണത്തിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ ആണ്. നീ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ആളുടെ വീട് ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ ഒരു 10 വർഷം പുറകോട്ട് പോയ പോലെ എനിക്ക് തോന്നായിരിക്കും എന്നൊക്കെ എന്റെ അടുത്ത് മുന്നേ കൂട്ടി പറഞ്ഞായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ മാരേജിലേക്ക് കടന്നപ്പോ ഒബ്വിയസ്ലി കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും. പക്ഷെ അവിടെ എക്സെപ്ഷണലി എന്താ ഞാൻ പ്രതീക്ഷിക്കാത്തത്രയും നന്നായിട്ട് ആളത് ഹാൻഡിൽ ചെയ്തു. എല്ലാരെ കൊണ്ടും അത് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനത്തെ ഒരാളായിരിക്കും കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിലോട്ട് എടുത്ത് ചാടരുത്. നോക്കിയും കണ്ടൊക്കെ കല്യാണം കഴിക്കും. എന്റെ എക്സ്പീരിയൻസ് ജനറലി പറയുകയാണെങ്കിൽ അതിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കഷൻ അറിയേണ്ടത്. അതിന്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ്. ഇനിയിപ്പോ എന്താണ് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിന്റെ ഒരു അന്തരംഗം ഡിഫറൻസ് ഈ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എന്താണ്? അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അത്, അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഇങ്ങോട്ട് ഈ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ തന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് പറഞ്ഞ് കുട്ടീനെ ഉറക്കാനുണ്ട്. ഞാൻ പക്ഷെ നേരത്തെ റെഡി ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ സോളോ ലൈഫാ. എനിക്ക് അങ്ങനെ നോക്കിയിട്ടായിരുന്നു. മീൻസ് അമ്മ വരുന്നുണ്ടായിരുന്നു പുറത്തോട്ട്. അമ്മേനെ പിക്ക് ചെയ്യുക, വീട്ടിൽ കൊണ്ടാക്കുക, വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. ബാക്കി എന്റെ കാര്യങ്ങളാണ് എന്റെ ടൈം. ഷൂട്ട് ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. അപ്പൊ ഷൂട്ട് കാര്യങ്ങൾ എനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഫാമിലി അത് എന്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കണം, സ്കൂളിൽ കൊണ്ടാക്കണം, അങ്ങനത്തെ പരിപാടിയില്ല. വൈകിട്ട് ഷോപ്പിംഗ് അങ്ങനത്തെ പോകേണ്ട പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലായി. പക്ഷെ അത് ഒരിക്കലും നല്ലതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ പറയാം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും എന്റെ ഹസ്ബൻഡും ഫാമിലിയും സപ്പോർട്ട് ആയതുകൊണ്ടിട്ടാണ് എനിക്കിപ്പോ ഞാൻ കൊച്ചിനെ ഉറക്കില്ലെങ്കിൽ തന്നെ അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഞാൻ ഉറക്കിയിട്ട് വരണം. അല്ലെങ്കിൽ അമ്മ ഷീസ് റെഡി ടു ടേക്ക് കെയർ ഓഫ് ദി ബേബി. ഓക്കെ, പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ വരണമെന്നില്ല. ഭയങ്കര ചില സമയത്ത് ഈ പിള്ളേരുള്ളത് കാരണം കൊണ്ട് മാത്രം ഫർദർ ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാര്, അതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹസ്ബൻഡിന്റെ പാരന്റ്സിന് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ വൈഫിന്റെ പാരന്റ്സിന് ഇഷ്ടമല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സപ്പോർട്ടീവ് ആണെന്നുണ്ട്. നെഗറ്റീവ് പറയും, പേടിയുണ്ട്. ഞാനൊരു കാര്യം ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പേടിയാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വലിയ വലിയ വള്ളികളൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഫിയർ വീട്ടുകാർക്ക് ഉണ്ട്. പക്ഷെ ഞാനൊരു സ്റ്റേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. എപ്പോഴും സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അവർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ മെന്റലി നമ്മുടെ കൂടെ നിൽക്കും ആൾക്കാർ. എല്ലാവർക്കും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ സ്പേസ് ഇല്ലാത്ത ആൾക്കാർ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എനിക്ക് അത്ര സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ. എനിക്ക് പേഴ്സണലി ഉള്ള ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എനിക്കുള്ളൂ. അതെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ, പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ഇന്ന് തന്നെ എനിക്ക് ചെയ്ത് തീർക്കണം എന്ന് ഞാൻ ഭയങ്കര കുറച്ചുകൂടെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താ പറയുക, ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്ന് തന്നെ എനിക്ക് ചെയ്ത് തീർക്കണം. ചിലപ്പോൾ അത് പൊട്ടത്തരായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ റോങ് ഡെസിഷൻ ആയിരിക്കും. ഈ കുട്ടി ഉള്ളതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട്. ഹി ഹെൽപ്സ് മീ സ്ലോ ഡൗൺ. ഒരു കാര്യം ഇപ്പൊ ചിലപ്പോൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ ബ്രെയിൻ ഒന്ന് കാമാകും, റിലീഫ് ആകും. പിന്നെ എനിക്ക് ബോധത്തോടെ തിങ്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ കിട്ടും. കാരണം പാൽ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, കിടക്കാന്നേ ഉള്ളൂ. അപ്പൊ എന്നെ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് ഡിസിഷൻസ് അതെനിക്ക് അവിടെ കിട്ടും. എടുത്ത് ചാട്ടം കുറച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അക്ഷയയുടെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും എന്നെ കുറെ ആങ്കർ ചെയ്യുന്നുണ്ട് ആള്. അതായത് ഇത് തന്നെ, ഞാൻ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അക്ഷയ് ഭയങ്കര ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിനൊന്നും എന്നെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊച്ചു പക്ഷെ എന്റെ അഡ്വാൻറ്റേജ് ആട്ടോ പറയണേ എല്ലാവരുടെയും. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇതുപോലെ തന്നെ എനിക്ക് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്ത പക്ഷം എനിക്ക് ചോദിക്കാൻ ആരുമില്ല. അതെ, അഭിപ്രായം എടുക്കാൻ പോകുന്ന ഒപ്പീനിയൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞു തരാം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കും, എല്ലാം നല്ലതെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ ആളില്ല. ഞാൻ തന്നെ പിക്ക് ചെയ്ത് കണ്ടെടുത്ത് ആലോചിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കോട് ചോദിക്കാം. എന്നാൽ പോലും അവരെ പറയുന്നത് കറക്റ്റ് ആണോ നിർബന്ധം. അത് ഈ ഏജ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച്, കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാകും. പക്ഷെ ഈ ഏജിലാവുമ്പോഴേക്കും അവർക്ക് സ്വന്തമായിട്ട് ഫാമിലി ആയിട്ടുണ്ടാവും. അവര് അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കും.
എക്സാമ്പിൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലിക്കർ ഒന്നും കഴിക്കുന്ന ആളല്ല, എന്നാലും എക്സാമ്പിൾ ആയിട്ട് പറയാം. എനിക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് ഒരാൾ പറയണം നമുക്കൊന്ന് കുപ്പി എടുത്ത് അടിച്ചാലോ, അപ്പൊ മറ്റോ പറയാം നമുക്ക് എടുക്കാം. അപ്പൊ 10 പേർക്ക് അവർ മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്നാൽ റിലേഷനിലേക്ക് ആണെങ്കിൽ ഇടാ വേണോ, ചിലപ്പോ അടിക്കണ ആളായിരിക്കാം എല്ലാം. ഇപ്പൊ ഇന്ന് വേണ്ട എന്നുവെച്ചാൽ നമുക്ക് മറിച്ചൊന്ന് ചിന്തിച്ച് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവും എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പല വള്ളികളും ഈ പറഞ്ഞ എന്തിലുണ്ട് മെന്റലി ഓക്കെ അല്ലെങ്കിൽ പോലും ചെന്ന് പറയാൻ ഒരാള്. അതെ, നമുക്കൊരു ഷോൾഡർ ഉണ്ടാവാന്ന് പറയുന്നത്, നമ്മുടേത് മാത്രം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാവുന്നത് ഭയങ്കര ഒരു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം നമ്മള് നല്ലൊരാളാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അതെ അതെ അതെ, മോശം ആൾക്കാരെ ചിലവര് അത്ര കെയറിങ് ഉണ്ടാവൂല. അതല്ല, അത് രണ്ട് വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകള് ഒന്നിച്ച് നിൽക്കും, ഒന്നിച്ച് സ്റ്റേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. അത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ആരുടെങ്കിലും ഒരാളുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രഗ്ലിംഗ് ആണ്. വൈഫിന്റെ വീട്ടിലാണ് നിൽക്കണമെങ്കിലും സ്ട്രഗ്ലിംഗ് ആണ്, ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും സ്ട്രഗ്ലിംഗ് ആണ്. കല്യാണം കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് എന്റെ ഒപ്പീനിയനിൽ വീടെടുത്ത് സ്വന്തമായിട്ട് മാറാം. അറ്റ്ലീസ്റ്റ് ഫോർ 5 years നമ്മളുടെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സ്പേസ്, വേറൊരാളുടെ ഇൻട്രക്ഷൻ. എനിക്ക് കിച്ചണിൽ ഒരു സാധനം ഉണ്ടാക്കണം, അപ്പൊ ഒരു അമ്മായിയും വന്നിട്ട് പറയണേ മോളെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല, ഇവിടുത്തെ രീതിയൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ആണുങ്ങളാണെങ്കിലും എന്റെ ഹസ്ബൻഡ് കിച്ചണിൽ കയറുന്ന ആളാണ്. അപ്പൊ ഹസ്ബൻഡിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പല ആൺകുട്ടികൾക്കും കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും, എസ്പെഷ്യലി അവരുടെ അമ്മമാരുള്ള സ്ഥലത്ത്. എന്റെ ഹസ്ബൻഡിന്റെ അതെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ അവരങ്ങനെയല്ല വളർത്തിയേക്കണം. അവർ സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കും. അവരെല്ലാവരും വീട്ടിൽ അങ്ങനെ തന്നെ. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിക്കും, ഉണ്ടാക്കുമ്പോൾ നമുക്ക് തരും. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് ഉണ്ടാക്കും, പക്ഷെ അക്ഷയ ഉണ്ടാക്കും, അക്ഷയുടെ അനിയത്തി ഉണ്ടാക്കും. അങ്ങനെ അവരവരുടെ കാര്യങ്ങൾ സ്വയം പ്രാപ്തരാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം. പക്ഷെ ജനറലി ആൺകുട്ടികൾ പൊതുവെ അമ്മമാരുള്ളടുത്ത് അവർ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ വൈഫിനെ വിചാരിക്കും ഹസ്ബൻഡ് എന്താ ഹെൽപ്പ് ചെയ്യാത്തതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോട്ട് വരും. ഞാനിപ്പോ അക്ഷയല്ല വേറെ ആരെങ്കിലും ആയിരുന്നു കല്യാണം വെച്ചതെങ്കിൽ ചിലപ്പോൾ മറ്റേ ഹാളിലോ അല്ലെ ഹാളില് കാലും കെട്ടിയിരുന്ന് TV കണ്ടോണ്ടിരിക്കുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ അതെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതെ അതൊക്കെ ഒരു വിഷയമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത്. എന്റെ വീട്ടിൽ അമ്മേനെ സംബന്ധിച്ചു ഞങ്ങള് അമ്മ സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു, ഞങ്ങളെല്ലാം പഠിച്ചത് പല സ്ഥലത്താണ്. അപ്പൊ എല്ലാവർക്കും ഇന്ത്യയിൽ പരിപാടി അറിയാം. വീട് ചീത്തയ്ക്കണം നമ്മൾ തന്നെ പോയി ചൂലെടുത്ത് അടിച്ചു അതങ്ങനെ കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഫാമിലിന്നാണ് നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, പെൺകുട്ടികളാണെങ്കിലും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാൻ ആളാണെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ. അതൊക്കെ ബേസിക് സ്കിൽസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാത്ത പെൺകുട്ടികളുണ്ടോ ആൺകുട്ടികളുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കല്യാണത്തിന് ശേഷം അവർ ഒന്നിച്ചൊരു സ്പേസിൽ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പ്രാപ്തരാവണം. ഇത് കിട്ടോ? ചിലപ്പോ കിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പോയിന്റ് പിടിക്കും. ഇതിന്റെ മാരേജിന്റെ പോയിന്റ് എന്താ? മാരേജ് മീൻസ് അല്ല ചില പിന്നെ ജനറലി ഉള്ള കാര്യമായിട്ട് എന്റെ കാര്യമല്ലേ പറയണേ. കല്യാണം കഴിക്കുമ്പോ ഓക്കെ ചെക്കൻ നല്ലതാണ്, പക്ഷെ അതിന്റെ കൂടെ വരുന്ന ഫാമിലി സബ്സ്ക്രിപ്ഷൻ ആണ് പ്രശ്നം. അതെ അല്ലെ, എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇൻലോസ് അല്ല, പക്ഷെ അവരുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ വരുമ്പോഴല്ലേ അല്ലെങ്കിൽ ഓവറായിട്ട് ഇൻവോൾവ് ആവുന്നതാണ് ഉദ്ദേശിച്ചത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ എന്താ നടക്കണമെന്ന് അറിയാണ്ട് ഉറക്കം വരാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ചിലപ്പം ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആവണമെന്നില്ല, ചിലപ്പോൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ നൈബേഴ്സ് ആകാം. അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ വേറെ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ. മാരീഡ് ലൈഫിന്റെ ഒരു നെഗറ്റീവ് സൈഡാന്ന് പറയണത്. അപ്പോഴും അതെന്നെ പഠിക്കുന്നില്ല. അതെ, പക്ഷെ ഗ്രോത്ത് വേണ്ടടാ. നമ്മൾക്ക് എല്ലാ ആൾക്കാരെയും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു നമ്മള് മനസ്സിലായോ, കുറെ നാളുകളായിട്ട് സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഡൈനാമിസിറ്റി ഭയങ്കര കുറവാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ചലഞ്ച് വരുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഒരു ചലഞ്ചസ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് പോകും. മനസ്സിലായി? ഇപ്പം കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ ബിസിനസ് ചെയ്യണം, കാരണം എക്സ്പെൻസ് കൂടുതലായി. അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് ഗ്രോത്ത് ഉണ്ടായി. ഓരോരോ ചാലഞ്ചസ്. അതെ, ഞാൻ സിംഗിൾ ആയിരുന്ന സമയത്ത് എന്റെ ഇൻകം മറ്റേ സാലറി വരുന്ന പൈസ മുഴുവൻ എന്റെ അക്കൗണ്ടിട്ട് കയറുന്നു. ഞാൻ വീട്ടിലേക്ക് ഒരു ഇത്ര ഫിക്സഡ് എമൗണ്ട് അയച്ചു കൊടുത്തതിന് ബാക്കിയുള്ള പൈസ മുഴുവൻ എന്റെ കയ്യിൽ ഞാൻ ലാവിഷായിട്ട് ചെയ്യും. പക്ഷെ എപ്പോഴും അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ലൈഫ് മുരടിക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഹസ്ബൻഡ് വന്നു, പിന്നെ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ഇൻകം വരെ ഫാമിലി വലുതായി. ഡിപ്പെൻസ് ആണ് എനിക്ക് പറയാൻ പറ്റും. സോളോ ആയിട്ട് നടക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അതിനകത്ത് അക്സെപ്റ്റബിൾ ആണ് ഈ പറഞ്ഞ പോയിന്റ്. അല്ലാതെ നടക്കുന്നവർക്ക് ഇപ്പൊ പറയട്ടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് വേൾഡില്. മനസ്സിലായി? ഈവൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡ് അതിനകത്ത് എത്ര എക്സ്ട്രീം വരെ പോവാം, നശിക്കാനും നന്നാവാനും ഉള്ള സ്പേസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ 1 lakh സാലറി കിട്ടുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് അത് എങ്ങനെ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോൾ അയാൾ ഈ ഫാമിലിയെ പറ്റി ചിന്തിക്കണമില്ല. വൺസ് അയാൾ ആ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുന്ന വേറെ പല കാര്യങ്ങളാണെങ്കിൽ
അതിലേക്ക് അയാൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ചിലപ്പോ ഫാമിലി വന്നു കഴിഞ്ഞാലുള്ള ബേർഡിനെ പറ്റി ആള് ചിന്തിക്കും. പക്ഷെ എന്റെ എല്ലാരും കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അല്ല, ഞാൻ അതിന്റെ ഒരു വേറെ സൈഡ് പറഞ്ഞാണ്. എന്റെ സോളോ ഇപ്പോഴുള്ള ലൈഫിൽ ഹാപ്പിയാണ് ഞാൻ. ഇതിനെ വേറെ ഇതിനെ പറ്റി ആലോചിച്ചിട്ട് പിന്നെ ഒരു ഫാമിലി ആയിട്ട് നടക്കുന്ന അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഫാമിലി എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി, ഇമോഷനും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു ആയിരിക്കണം. ഗുഡ് തിങ്സ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ ഗുഡ് തിങ് തന്നെ ആണോന്നില്ല. പക്ഷെ നല്ല ആളെയാണ് കിട്ടുന്നതെങ്കിൽ, നല്ല ആളെ ആണെങ്കിൽ പോലും അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി. പോയിന്റ് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ഷിപ്പുകൾ കുറയുണ്ടല്ലേ, കുറയുണ്ട്. ഇതുപോലത്തെ ഷോറായ ഷിപ്പുകളും മറ്റേത് മറിച്ചത് എന്തൊക്കെയാണെന്നറിയില്ല. ഒരു സിറ്റുവേഷൻ വരും നമ്മൾ തന്നെ കേൾക്കുമ്പോഴേ ഷിപ്പ് എന്ന് പറഞ്ഞ കപ്പലല്ലേ, ഇതിന് വേറെ അർത്ഥമുണ്ടോ? എന്തൊരു സബ്മറൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് പോയിട്ട് പിന്നെ തിരിച്ച് അതിലേക്ക് തന്നെ വരുന്നത് ഗോസ്റ്റിങ്. അയ്യോ ടേംസ് ഒക്കെ കേട്ടിട്ട് അക്ഷയ്ക്ക് എനിക്ക് ഇത് തന്നെയായിരുന്നു ഒരു സമയത്ത് പണി. ഇവിടെ ആയിരിക്കില്ല അത്. പക്ഷെ ഉണ്ടല്ലോ അവർക്ക് കുറച്ചുകൂടെ എനിക്ക് നമ്മൾക്ക് ആകെപ്പാടെ അറിയണ രണ്ടേ സ്ഥാനമുള്ളൂ, ഒന്നില്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ പ്രേമം. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് കുറെ എല്ലാത്തിനെയും ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരാള് രണ്ടുപേര് മാത്രമല്ല, ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അതെ, നമുക്ക് അറിയത്തില്ലാത്തൊരു വേൾഡ് ചെന്ന് കയറുമ്പോ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് സംസാരിച്ച് കൂടുതൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സോളോ ലൈഫ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്കിന് പോകണം, ഷൂട്ടിന് പോകണം, തിരിച്ച് വീട്ടിൽ വരണം, ട്രാവൽ ചെയ്യും, ബൈക്ക് റൈഡ് പോകും അല്ലെങ്കിൽ വേറെ ട്രാവൽ ചെയ്യും. അയ്യോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രിപ്പിന് പോകാൻ പറ്റില്ല. ഒരു റോഡ് ട്രിപ്പിന് ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് എത്ര നാളായെന്ന് അറിയാം. മറ്റേത് ഞാൻ അക്ഷയം കൂടി ഇരിക്കുന്നു, പോയാലോ എന്നാ ശരി. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ബാഗ് പാക്ക് ചെയ്യണം, ഡയപ്പർ എടുക്കണം, കൊച്ചിന് മാറാനായിട്ട് 3-4 ഡ്രസ്സ്, പാലും കുപ്പി, അത് ഇത് അവന് കഴിക്കാൻ പറ്റണേ, ക്ലൈമറ്റ് ഇഷ്യൂസ്. പിന്നെ ഞങ്ങൾക്ക് റോഡ് ട്രിപ്പ് 2 വീലറിൽ പോകാൻ പറ്റില്ല. ഇനി അവനെ കൊണ്ട് പോകുന്നതാണ് നമുക്ക് ബൈക്ക്, അത് കാറിലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കാറിൽ എന്ന് പറയുമ്പോൾ മറ്റേത് നമ്മള് 1000 രൂപക്ക് പെട്രോൾ അടിക്കുന്നിടത്ത് നമ്മൾ 6000 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ട അവസ്ഥയാണ്. എനിക്കൊരു ബാക്ക് പാക്ക് ഉണ്ട്, എപ്പോഴും പാക്ഡ് ആണ്. അതെ, ഒരു റീല് കാണും, എനിക്ക് 3 പോകണം, അടുത്ത് വന്നിട്ട് രാവിലെ 500 പെട്രോൾ അടിച്ച് എനിക്ക് അവിടെ എത്താം. വ്യത്യാസം അക്ഷയ്ക്ക് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ പക്ഷെ ഞങ്ങളുടെ ഇപ്പൊ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോയപ്പം ഞങ്ങളുടെ ചോദിക്കേണ്ട കൊച്ചിനെ എന്നെ ഇവിടെ ആക്കിയിട്ടാണ് പോയിന്റ്. ഇനി ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചോ, അമ്മയും കുട്ടിയുണ്ട്, അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് സിംഗിൾ ലൈഫിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം. ഒരു അങ്ങനെ അത് പക്ഷെ ഒരു ബർഡൻ പോലെ അല്ല, പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി പോലെയാണ്. അത് വേണം, പക്ഷെ അതെ അതെ. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഉള്ള ആൾക്കാർ കല്യാണം, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്. ഈവൻ ഗേൾസ് ബോയ്സ് ഒന്ന് കേൾക്കുന്ന. അയ്യോ ഫ്രണ്ട്സിനൊക്കെ പേടി. എന്റെ ഗേൾസിന്റെ ഫ്രണ്ട്സ് അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ അയ്യോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താകും ഈശ്വര, മറ്റേ വല്ല പാമ്പിനെ കൊണ്ട് കൊത്തിക്കോ, ഇനി ശ്രീധര പ്രശ്നം പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഈ റിലേഷൻ ഉള്ളപ്പോ തന്നെ ഈ ചെറുക്കനെ അറിയുന്നുള്ളൂ, വേറെ ഫാമിലി ആയിട്ട് അറിയുന്നില്ല. പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഉള്ളിൽ എന്താ നടക്കണേന്ന് നമുക്ക് മനസ്സിലാവില്ല. ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്ന് നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു ആദ്യം. അങ്ങനെ തല വെച്ച് കൊടുക്കും. ചിലർക്ക് പണി കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അടുത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇനി കല്യാണം ഒരു 28-26 വയസ്സുള്ളവർക്ക് തന്നെ ചിന്തിക്കുന്നില്ല. എല്ലാവരും 30+ കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെപ്പറ്റി ആലോചിക്കണത് 30 ഒക്കെ കഴിയുമ്പോഴാണ്. ഇപ്പോഴത്തെ ചോദിക്കുന്ന കുട്ടികളെല്ലാം പറഞ്ഞാൽ എനിക്ക് പണ്ടെന്താ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, 20-22 കഴിച്ചില്ലെങ്കിൽ 25 എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് കഴിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, പിന്നെ അതിന് വരില്ല. ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതായത് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മളൊരു സാധനത്തിൽ ഒരു ടഫസ്റ്റ് ഫേസിൽ കൂടെ നമ്മൾ കടത്തിവിടാൻ പോവാ. അപ്പം ആളുകൾ പറയും 30 കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവില്ല. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം, നമ്മൾ ഫിറ്റ് ആയിട്ട് നമ്മുടെ ഈ എന്താണ് കലണ്ടർ നോക്കുന്ന ഏജും അല്ലാതെ ബയോളജിക്കൽ ഏജും രണ്ടും വേറെ വേറെയാണ്. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ച് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് 30 കഴിഞ്ഞാലും ക്യാരി ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. സെലിബ്രിറ്റീസിനൊക്കെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്ര സെലിബ്രിറ്റീസ് ആണ് 40 ഒക്കെ ആകുമ്പോൾ പ്രഗ്നന്റ് ആയിട്ട് ഹെൽത്തി ബേബീസിനെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരു പണിയെടുക്കാതെ ജീവിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം 25 വയസ്സിലാകുമ്പോൾ കല്യാണം കഴിക്കുക. അല്ലാതെ ഹെൽത്ത് നോക്കി നന്നായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ മാരി അറ്റ് എനി ടൈം, യു ക്യാൻ കൺസീവ് അറ്റ് എനി ടൈം. അതെ, പക്ഷെ അതിനുപോലെ ഇപ്പോൾ ഒരു ടൈം ഇല്ല എന്നുള്ളതാണ്. ഇവരെല്ലാം ഞാനിപ്പോ ഇപ്പോഴത്തെ ഒരു വേൾഡിൽ എല്ലാവരും ഒരു ഫാന്റസി വേൾഡിലോട്ട് എനിക്ക് തോന്നുന്നുള്ളത്. കൂടുതലും ഫാമിലി ആയിട്ട് ഇരിക്കുന്നേക്കാളും കൂടുതൽ എല്ലാവരും പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ അതിനകത്ത് സെറ്റ് ആയിട്ട് ആൾക്കാരാണ്. പിന്നെ ഇവര് കാണുന്നതിൽ ഫോണിൽ ഒരു ദിവസം 100 റീൽ കാണുന്ന ആൾക്കാരുണ്ടാവും ട്രാവലിംഗ്. നെക്സ്റ്റ് പ്ലാനിങ് കല്യാണം ആയിരിക്കില്ല, അടുത്ത എവിടെ ഏത് സ്ഥലത്ത് പോയി ഏത് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് ആൾക്കാരുടെ പ്ലാനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് നമുക്ക് ഓരോ കോൺസെപ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും നമ്മളോട് ഡിസ്കഷൻ വരുന്നതാണ്.
അല്ലാണ്ട് മിക്കവരും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ലൈഫ് അപ്പൊ നമ്മൾ ജീവിക്കാൻ മറന്നുകൂടാ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ശരിയാണ്, കറക്റ്റാണ്. നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടെന്ന് അറിയാമോ? നമ്മൾ ഭയങ്കര ടു ആർട്ടിഫിഷ്യൽ ആയിപ്പോ. കാരണം നമ്മളൊരു പെർഫെക്റ്റ് വേൾഡ് ഇപ്പൊ ജീവിക്കണം. ChatGPT വന്നു, ഒരു മെയിൽ അയക്കണം, ഒരു മെസ്സേജ് അയക്കണം, നമ്മൾ ആദ്യം പോയി ChatGPT പോയിട്ട് ഒരു പെർഫെക്റ്റ് മെസ്സേജ് ആയിരിക്കും നമ്മൾ അയക്കണേ. റോ ആയിട്ടുള്ള കണ്ടന്റ് ഇല്ല. അത് നമുക്കറിയാം, അവനെ കൊണ്ട് അത് പറയാൻ പറ്റുമെന്ന് നമുക്കറിയാം. എന്നാലും അവന്റെ വരുന്നത് ഫുള്ള് ഗ്രാമർ അല്ല. അതെ അതെ, നമ്മൾ ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് വേൾഡിലോട്ടാണ് നമ്മൾ എൻട്രി ചെയ്യണേ. അപ്പം നമ്മൾ മറ്റുള്ള വ്യക്തികൾ കാണുമ്പോഴേക്കും എന്റെ ഈ റോ സൈഡ് കാണാൻ പാടില്ല, അല്ലെങ്കിൽ എന്റെ ഹ്യൂമൻ ആയിട്ടുള്ള എന്റെ കുറച്ച് ഫോൾസ് അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യിക്കാൻ നമുക്ക് പേടിയാ. അയ്യോ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ. അപ്പം ഈ ക്യാമറയെ വെച്ചോണ്ട് ഫുൾ ടൈം ക്യാമറ വെച്ചോണ്ട് നടക്കുമ്പോൾ അങ്ങനത്തെ നമ്മൾ റിയൽ ലൈഫ് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ കൊച്ചുക്കൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ കൂടെ എപ്പോഴും നമ്മൾ അങ്ങനെ അല്ല ബിസിനസിന്റെ കാര്യം ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ എന്തായാലും വീഡിയോ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോനെ കുറിച്ച് തിങ്ക് ചെയ്യണുള്ളൂ. അല്ലാത്ത സമയത്ത് മുഴുവൻ എനിക്ക് ലൈഫുണ്ട്. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്ത് വേറെ ഞങ്ങളുടെ ഒരു പരിപാടി ഇതുവരെ ഒരു ഫുട്ടേജ് ഞാൻ ഇട്ടിട്ടില്ല എന്നല്ല. പക്ഷെ ഇൻ ഫ്യൂച്ചർ നമുക്ക് അങ്ങനെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ലൈഫ് വരാണെങ്കിൽ ഇടുമായിരിക്കും. പക്ഷെ ഫോർ നൗ ദിസ് മേക്സ് മീ ഹാപ്പി. ഹാപ്പിനെസ് ഉണ്ട് അവിടെ. പീസ് എനിക്ക് എല്ലാവരും പറയും ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നല്ലതാണ്. സമാധാനമാണ് എല്ലാത്തിന്റെയും ഇതെന്ന്. സമാധാനം വേണം, പക്ഷെ സമാധാനത്തിന് കൂടെ സന്തോഷം കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന സംഭവം ഏതാണ്? കല്യാണം. ബെറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഓരോ വ്യക്തിപരമാണത്. ഒരാളെ കൊണ്ട് ഇഫ് യു ആർ കാപ്പബിൾ ഓഫ് ഹാവിംഗ് എ ഫാമിലി, ഓക്കെ, ഗോ ഗെറ്റ് മാരീഡ്. ഇഫ് യു വാണ്ട് എ പാർട്ട്ണർ, ഗോ ഗെറ്റ് മാരീഡ്. സംസാരിക്കുന്ന പോയിന്റ് സിംഗിൾ ലൈഫിനെ പറ്റിയാണെന്ന് പറഞ്ഞാലും ഒരാൾ ഒരിക്കലും സിംഗിൾ എന്ന് പറഞ്ഞു പോകും. ഓട്ടോമാറ്റിക്കലി ഇപ്പൊ എന്റെ ലൈഫ് എനിക്കിപ്പോ 30 years ആയി. ഞാനിപ്പം എന്റെ ഓരോ ലൈഫ് സ്റ്റൈലിൽ പരിചയപ്പെട്ട പല ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പല ആൾക്കാരും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇന്ററാക്ഷൻ ചെയ്തിട്ടുണ്ട്. ചിലവർ കുറെ നാട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ ഒരിക്കലും ഞാൻ പറയുന്ന പോയിന്റ് സോളോ ലൈഫിനെ പറ്റി ബൂസ്റ്റ് ചെയ്ത് പറയാനിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എൻഡ് ഓഫ് ലൈഫ് വരെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. വേണമെന്നല്ല, ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ്. തന്നെ വരും. നമ്മളിത് വേണം, എന്ത് സാധനം ആയിക്കോട്ടെ, വേണമെന്ന് വിചാരിച്ച് നിർബന്ധം പിടിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ വള്ളിക്കകത്ത് കയറും. നമ്മൾ ഓക്കെ റിയൽ ആയിട്ട് നടക്കുക. ഈ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞ പോലെ അതിനു വേണ്ടി ജീവിക്കാതെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സെൽഫായിട്ട് ബിൽഡ് ചെയ്തോ. അപ്പൊ ഇതുപോലെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയുമോ? ഇപ്പം നമ്മളൊരു റോങ് പേഴ്സന്റെ അടുത്താണ് എത്തിപ്പെടുന്നതെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ ചേഞ്ച് ആയിരിക്കും, നല്ലതായിരിക്കും. അതല്ല, നമുക്ക് ഒട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതിന് പുറത്തു കിടക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. നമ്മൾ സെൽഫ് ബിൽഡ് ചെയ്തതിലുള്ള ഗുണം അതാണ്. അത് മാത്രം ഇനി അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വേണം ആ പക്വത. അവരെ ചേഞ്ച് ചെയ്യാനുള്ള നല്ലതിലേക്ക് എത്തിക്കാനായിട്ടുള്ള പക്വത നമുക്ക് വേണമെങ്കിൽ നമ്മളിൽ വേണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ആദ്യം സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സ്വന്തമായിട്ട് ഗ്രോ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ദൈവാനുഗ്രഹം, ലക്ക് എന്താണെങ്കിലും പറയാം, ലക്ക് ഫാക്ടർ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആളെ നമ്മുടെ അടുത്ത് എത്തിക്കും. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കഴിച്ചാൽ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു ഫാമിലി, ഒരു എൻറ്റിറ്റി പോലെ കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ അച്ഛനമ്മയെ കല്യാണം കഴിച്ചാൽ നിന്റെ അച്ഛനമ്മയെ കല്യാണം കഴിച്ചു. വർഷങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് കല്യാണം എന്ന് പറയുന്നത്. അതെ, സമ്പ്രദായമാണ്. അതെന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കമ്പാനിയൻഷിപ്പ് ഇസ് ഓൾവേസ് ബെറ്റർ. അത് ഏത് രീതിയിലാണെങ്കിലും. വള്ളികൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ ഒരു ഗുണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ലീഗലി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആസ് പെർ ദ ലോസ് ചെയ്താൽ നമുക്ക് അതിന് പുറത്തേക്ക് വരണമെങ്കിലും കുറെ ലീഗൽ ഫോർമാലിറ്റീസ്. ഇപ്പൊ ഒരു കല്യാണം കഴിക്കാത്ത ഒരു ആണും ചേർക്കും നമ്മുടെ സൊസൈറ്റിയിൽ പോയിരുന്ന് സംസാരം ഉണ്ടായി. വള്ളികളുടെ ടീമുകളുണ്ട്, അവര് വന്നിട്ട് ചോദിക്കുന്ന പോലെ കല്യാണം കഴിച്ച ആൾക്കാരോടൊന്നും ചോദിക്കില്ല. അതെ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു സോഷ്യൽ, അതാ പറഞ്ഞ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിലും കല്യാണം ഇസ് ദ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗോ ഗെറ്റ് മാരിഡ്, ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ പ്രൂവ് ചെയ്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നും ഇല്ല. എല്ലാത്തിനും ഫൈനലി സംസാരിച്ചു കഴിഞ്ഞാൽ ഡിസ്കഷനിലൂടെ ഉത്തരവുണ്ട്. നമുക്കിതൊരു തർക്കമല്ല, നമ്മുടെ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഒരിക്കലും തർക്കമല്ല. അത് ഓരോ വ്യക്തിപരമാണ്. കല്യാണം കഴിക്കാൻ നിന്റെ പോയിന്റ് അങ്ങനെയല്ലാതെ ഞാൻ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. ഞാൻ കണ്ടിരിക്കുന്ന ജീവിതം എനിക്കറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിതം മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വളർന്ന പല കാര്യങ്ങളും പല എക്സ്പീരിയൻസുകളും നമ്മൾ പോയിക്കൊണ്ടുള്ളതാണ്. അപ്പൊ മ്യൂച്വൽ റെസ്പെക്റ്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാനിന്ന് ഇവിടെ ഒന്ന് സംസാരിക്കാൻ എനിക്ക് അത്ര സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ എം ഇൻ എ വെരി ഗുഡ് മാരേജ്. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് പറഞ്ഞിട്ടില്ല. മോസ്റ്റ് ഓഫ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് എന്തും ആയിക്കോട്ടെ, അതിനകത്ത് പറയുന്ന നെഗറ്റീവ് സൈഡ് ബൂസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ സംഭവിച്ചത്. അപ്പൊ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്ട്രഗിൾസ് ഞങ്ങളുടെ മാരേജ് ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്ത രീതി അത് ഭയങ്കര. ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സില് മോണിക്കയും ചാൻഡലറും അവര് സെറ്റ് ആയി കഴിയുമ്പോ
അവരൊരു വഴക്കുണ്ടായി കഴിയുമ്പോൾ ചാൻഡലർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ലൈക്ക് ഹി വാസ് ലൈക്ക് ഓ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഷീ കംസ് ആൻഡ് ഷീ സ്റ്റേസ് ആൻഡ് ടെൽ ദാറ്റ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോവല്ലേ ചെയ്യേണ്ടത്. വി സ്റ്റേ ദർ ആൻഡ് വി ഫിക്സ് ഇറ്റ് ആൻഡ് ദെൻ വി മൂവ് ഓൺ. ഞങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഓരോ പ്രശ്നം വരുമ്പോഴും ദ വേ വി ഹാൻഡിൽഡ് ഓൾ ദ ഇഷ്യൂസ് വാസ് amazing. എല്ലാവർക്കും ഈ പറഞ്ഞ ക്യാരക്ടർ പോലെ ചിന്തിക്കാനുള്ള ഒരു അതെ, എന്നെ പോലെ പെൺകുട്ടീനെയും കിട്ടണം. പക്ഷെ അതെ, ഞാനും അക്ഷയും ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പോണത്. വേൾഡിലുള്ള എല്ലാരും ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റേ ഓപ്പോസിറ്റ് ആളുടെ കൂടെ മൈൻഡ് സെറ്റ് മറ്റേ പടത്തി പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സൊന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. അത്ര ഇല്ലെങ്കിൽ പോലും അത്രയും പോണ്ട, കംപ്ലീറ്റ്ലി നമ്മൾ പോണ്ട. പക്ഷെ നമുക്ക് പിന്നെ കൂടുതൽ ആളുകളെ കണ്ടാലാണ്, സംസാരിച്ചാലാണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുള്ളൂ. വീട്ടിലിങ്ങനെ എനിക്ക് പാരന്റ്സിനോടാണ് അത് പറയാനുള്ളത്. കാരണം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ കെട്ടിയിട്ട് ആണുങ്ങളോട് സംസാരിക്കാതെ വളർത്തരുത്. എനിക്ക് വിസ്ഡം കിട്ടിയത് ഞാൻ കൂടുതൽ ആളുകളോട് സംസാരിച്ചതുകൊണ്ട് ജീവിക്കുന്ന കുട്ടികളെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ചാടും. അതെ, പിന്നെ വള്ളിയായിരിക്കും, വള്ളിയിലായിരിക്കും പഠിക്കണത്. നമുക്കൊക്കെ ചെറുപ്പം തൊട്ടേ ആ ഒരു ഫ്രീഡം നല്ലതും ചീത്തയും അറിയണമെന്നുണ്ടെങ്കിൽ നല്ലതും ചീത്തയും കണ്ടാലാണ് നല്ലത് ചീത്തയാണ് നമുക്ക് മനസ്സിലാവും. തീ കാണുമ്പോ അതിനകത്ത് തൊട്ടാ കൈ പൊള്ളുവെന്ന് തീ തൊട്ടണമെന്നില്ല, എന്നാലും മനസ്സിലാക്കണം. അതെ, കല്യാണം ഇസ് ഓപ്ഷണൽ, ഓൾവേസ് ഓപ്ഷണൽ. ഇഷ്ടമുള്ള ആൾക്കാർ കല്യാണം കഴിക്കുക, സിംഗിളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇതിനൊക്കെ പോസിറ്റീവ് സൈഡും ഉണ്ട്. അതെ, എല്ലാത്തിനും രണ്ടിനുണ്ടേതായ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവാനുള്ളത്. ഒരിക്കലും സഹിച്ചു നിൽക്കണമെന്നോ ആരും പറയില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു വേൾഡിലുണ്ട്. എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെറിയ ഇഷ്യൂസ് അവർ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴൊരു ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പോയാൽ അടുത്തെന്നുള്ള മൈൻഡ് സെറ്റ് വെച്ച് ജീവിക്കാൻ പാടില്ല. പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വി ഷുഡ് ഹാവ് ദ കറേജ് ടു കം ഔട്ട് ഓഫ്. ഓരോരുത്തരുടെ കോംപ്ലിക്കേഷൻ അവരുടെ ചിലപ്പോൾ ഒരാൾ ചായ എടുത്ത് കൊടുത്തില്ല എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ആവരുത്. അത് ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അതൊരു പൂ മേടിച്ചില്ലേ, അല്ല കുറെ ബൊക്കെ തരണം, അല്ലെങ്കിൽ കാർ മേടിച്ചു തരുന്ന ഭർത്താവ്, ഇങ്ങനെ ഇത് മറ്റേ കസേര വലിച്ചു പുറകോട്ട് ഇട്ട് തരുന്ന ഭർത്താവ്. എനിക്ക് എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതായത് കസേര പുറകോട്ട് വലിച്ചെടുത്തില്ല. അത് അങ്ങനെയല്ല. സൊസൈറ്റിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അധികമായിട്ട് കാണുന്ന സാധനങ്ങൾ ആൾ കോപ്പി ചെയ്തിട്ട് ആൾക്കാർ ചിലപ്പം കാണിക്കുമ്പോൾ കാണിക്കായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ അറിയായിരിക്കും ശരിക്കും എന്താ റിയൽ. ശരിക്കും സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ രീതിയിലായിരിക്കും സ്നേഹം എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം അതർ പേഴ്സന്റെ എക്സ്പ്രഷൻ ഓഫ് ലവ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അതെ അതെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കമ്പയർ ചെയ്യാതെ ഇരിക്കുക, തീരെ ചെയ്യാതെ. കണ്ടോ അവരുടെ ഭർത്താവ് അങ്ങനെ ചെയ്തു, അവന്റെ ഭാര്യ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് അതെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒന്നിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നോക്കിയിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യാം. ഇതൊക്കെ അങ്ങോട്ട് ഇഷ്യൂ ഉണ്ടെന്ന് ഒരു സ്പേസ് ഉണ്ടോ, ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് ഇരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ മാക്സിമം സംസാരിക്കുക. അല്ലാണ്ട് മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അക്ഷയോട് പറയും. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇതെനിക്ക് ഓക്കെ അല്ല എന്ന് പറയും. അക്ഷയ ആണെങ്കിലും അക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അക്ഷയ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഇനീഷ്യലി ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതും അത് അക്ഷയ്ക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തത് അതിന്റെ അടുത്ത് പറയേണ്ട എങ്ങനെയാണ്. അതെ അതെ അതെ. പക്ഷെ വേറൊരു ഇതുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് വി കെയിം ടു എ മിഡ് പോയിന്റ് വേർ വി ക്യാൻ ഷെയർ അവർ തിങ്സ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിലും ഇപ്പൊ നല്ല ലൈക് ബോത്ത് പേഴ്സൺ ഷുഡ് ബി ഓപ്പൺ ടു ചേഞ്ച്. ഞാൻ പിടിച്ച മുയലിന് 3 9 പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക്ഔട്ട് ആവത്തില്ല. വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടു ചേഞ്ച് ആയിരിക്കണം. അപ്പുറത്തേക്ക് ആളെ ലിസൺ ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഈ കുട്ടികളും ഇത് തന്നെ കണ്ടാണ് വളരുന്നത്. ശരിയാണ്, ഭയങ്കര. അപ്പൊ അവരും ഒരു ആൺകുട്ടിയാന്ന് വിചാരിച്ചു. അപ്പൊ അവൻ പറയാ എന്റെ അച്ഛനാണ് വീട് കൺട്രോൾ ചെയ്തിരുന്നത്, അപ്പൊ ഞാനും അങ്ങനെ ആവണം എന്ന് പറഞ്ഞിരുന്നത് ഇത് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ജനറേഷൻ പോവുക സംഭവിക്കുക. അതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. ടോപ്പിക്കിന് മാറി മാറി വേറെ ടോപ്പിക് എത്തിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ കല്യാണത്തിൽ വരുന്നതാണ്, കല്യാണത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. കല്യാണത്തിന്റെ സൈഡ് എഫക്ട്സ് അതിൽ വരാം, ഇതെല്ലാം വരും. അപ്പൊ എന്തെങ്കിലും സോളോ ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും നല്ലൊരു കമ്പനിയെ കിട്ടട്ടെ. അതെ, മാരേജ് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കേട്ട നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. പോസിറ്റീവ് സൈഡ്സ് പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു 10 പേരുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇത് ഒരു 10 പേരോട് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. അല്ലാണ്ട് അവ അങ്ങനെ നടന്നു. അതുകൊണ്ട് ലാസ്റ്റ് ആർക്ക് കല്യാണം വേണോ വേണ്ടെന്നുള്ള അവരുടെ ഡിസിഷനാണ്. എന്നാൽ പോലും സിഗ്മയായിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കാനും പറ്റില്ല. ശരിയാണ്. അപ്പൊ എങ്ങനെ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നും ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നല്ലൊരു സെഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ആദ്യം 10 പേര് കണ്ടിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ട്രയൽ വീഡിയോ മാത്രമാണ്. അല്ലാണ്ട് നമ്മുടെ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പറയുന്ന കാര്യമില്ല.
എന്നാ പോലെ നമ്മൾ കണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാനില്ല, പക്ഷെ ഞങ്ങൾ ജീവിച്ച ജീവിതത്തെ കുറിച്ചിട്ടാണ്, അതെ, എക്സ്പീരിയൻസ് ആണ്. ആള് മാരീഡ് ആണ്, അപ്പൊ ആൾക്ക് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അവരുടെ ലൈഫിനെ പറ്റി പറയാൻ പറ്റും. ഞാൻ സോളോ സിംഗിൾ ലൈഫാണ്. എനിക്കപ്പോ അതിനെപ്പറ്റി എനിക്ക് ഇത് റിലേഷൻ ഒക്കെ ഉണ്ടായിട്ട് ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വേണം പറയാം, പക്ഷെ അതിന്റെ രണ്ട് ഡിഫറൻസ് നമ്മളത് പോർട്രേ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറ്റണ പോലെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലൊന്ന്. ഓക്കെ, അപ്പൊ ബൈ ബൈ. ഇനി കട്ടികളാ. കട്ടിയടാ, കൊടിയില്ല ഒന്ന്